വെൽക്കം ടു ഫിലി ടോക്സ്. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒന്നല്ല 4 സിനിമകളാണ്. 4 ആക്ഷൻ സിനിമകൾ. 4 നമ്മുടെ കൊറിയൻ ലാലറ്റോ എന്ന് പറയുന്ന ഡോൺലിയുടെ സിനിമകളാണ്. ആദ്യത്തെ കഥയിലേക്ക് വരുമ്പോൾ 2004 കഥ നടക്കുന്നത്. കൊറിയയിലെ ഗ്യാരിബോങ് നഗരം. അവിടെ 2 ഗ്യാങ്സ്റ്റർ ഗ്യാങ്ങുകളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊറിയൻ ഗ്യാങ്ങും അതുപോലെ തന്നെ ചൈനീസ് ഗ്യാങ്ങും. കൊറിയൻ ഗ്യാങ്ങിലെ ഒരു മെമ്പറെ ചൈനീസ് ഗ്യാങ്ങിലെ ഒരുത്തൻ ആക്രമിച്ചതുകൊണ്ട് തിരിച്ച് ആക്രമിക്കാൻ ഒരുങ്ങുകയാണ് കൊറിയൻ ഗ്യാങ്. എന്നാൽ ഡോൺലി അവതരിപ്പിക്കുന്ന സിയോങ് എന്ന പോലീസ് കഥാപാത്രം 2 ഗ്യാങ്ങിൻ്റെയും നേതാക്കളുമായി സംസാരിച്ച് ആ പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നു. എന്നാൽ അപ്പോഴാണ് ആ നഗരത്തിലേക്ക് ഒരു വില്ലൻ കടന്നു വരുന്നത്. വില്ലൻ എന്ന് പറയുമ്പോൾ വളരെ ബ്രൂട്ടലായ ഒരു വില്ലൻ. ജങ്ചൻ എന്നാണ് അയാളുടെ പേര്. അയാൾ 2 ഗ്യാങ്ങിലുള്ളവർക്കും പണം കടം നൽകും. തിരിച്ചു നൽകിയില്ലെങ്കിൽ അവരെ ക്രൂരമായി ഉപദ്രവിക്കും. കൊറിയൻ ഗ്യാങ്ങിലുള്ള ഒരാൾ കടം വാങ്ങി തിരിച്ചു കൊടുക്കാത്തത് കാരണം അയാളെ ജങ്ചൻ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഗ്യാങ്ങിൻ്റെ നേതാവ് കടന്നു വരുന്നു. എന്നാൽ ജങ്ചൻ അയാളെ കൊന്ന് പല കഷ്ണങ്ങളാക്കി വേസ്റ്റ് കവറുകളിലാക്കുന്നു. ഡോൺലി ഉൾപ്പെട്ട പോലീസ് വിഭാഗം ഇയാളുടെ ശരീരഭാഗങ്ങൾ കണ്ടെടുക്കുകയും അതാരാണ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ജങ്ചനും കൂട്ടാളികളുമാണ് ഇത് ചെയ്തതെന്ന് അവർക്ക് മനസ്സിലാവുന്നു. അവനെ പിടിക്കാനായി ഇവർ പല ശ്രമങ്ങളും നടത്തുന്നു. എന്നാൽ അതൊന്നും ഫലം കാണുന്നില്ല. അങ്ങനെ ജങ്ചൻ്റെ കൂടെയുള്ളവരിൽ ഒരുത്തൻ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അവൻ ചൈനയിലെ ഒരു നൊട്ടോറിയസ് ക്രിമിനലാണ്. അവനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം കേസ് മറ്റൊരു വിഭാഗത്തിന് മാറ്റാൻ പോലീസ് സൂപ്രണ്ട് ഓർഡർ ചെയ്യുന്നു. എന്നാൽ അത് സമ്മതിക്കാതെ ഡോൺലിയുടെ കഥാപാത്രമായ സിയോങ്ങും അയാളുടെ ഹെഡ് ഓഫീസറും ഞങ്ങൾക്ക് കുറച്ചും കൂടി സമയം തന്നാൽ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ജങ്ചൻ അടക്കമുള്ള 30 പേരെ ഒറ്റയടിക്ക് പിടിക്കാമെന്ന് വാക്കുകൊടുക്കുന്നു. അവർ അതിനുള്ള പ്ലാനിംഗ് തുടങ്ങുന്നു. പോലീസ് ഒരൊറ്റ രാത്രി കൊണ്ട് ഇവരെല്ലാവരെയും എങ്ങനെ പൂട്ടും എന്നുള്ളതാണ് പിന്നീട് അങ്ങോട്ട്. ഇതൊരു ആക്ഷൻ ക്രൈം സിനിമയാണ് എന്നുകൂടി പറയാം. 2004 യഥാർത്ഥത്തിൽ കൊറിയയിലെ സിയോൾ പോലീസ് നടത്തിയിട്ടുള്ള ഗ്യാങ്സ്റ്റർ വേട്ടകളെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. സിനിമയുടെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ക്ലൈമാക്സിലെ ഡോൺലിയുടെ പ്രകടനവും ആക്ഷനും തന്നെയാണ്. ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. 2017 റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ദ ഔട്ട്ലോസ്. അടുത്തതായി ഞങ്ങൾ പരിചയപ്പെടുന്നത് ദ ഔട്ട്ലോസ് എന്ന സിനിമയുടെ തന്നെ സെക്കൻഡ് പാർട്ടാണ്. ഔട്ട്ലോസിൻ്റെ സെക്കൻഡ് പാർട്ടാണെങ്കിലും ഈ സിനിമയുടെ കഥാഗതി മുഴുവനും വേറെയാണെന്ന് പറയാം. ഔട്ട്ലോസിലെ കഥാപാത്രങ്ങൾ ഇതിലും ആവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രം. കഥ തുടങ്ങുന്നത് 2008 വിയറ്റ്നാമിൽ. ചോ യോങ്ങി എന്ന ചെറുപ്പക്കാരനായ റിസോർട്ട് മുതലാളിയെ വില്ലനായ ഖാന സാങ്ങും കൂട്ടരും കൊലപ്പെടുത്തുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന പൈസ മുഴുവൻ അവർ എടുക്കുന്നു. അതും മതിയാവാതെ അയാളുടെ കൈ വെട്ടിയെടുത്ത് അയാളുടെ അച്ഛന് അയച്ച ശേഷം കൂടുതൽ പണം ആവശ്യപ്പെടുന്നു. വില്ലനായ ഖാന സാങ്ങിൻ്റെ ഒരു സ്വഭാവം എന്നാൽ വിയറ്റ്നാമിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ, പ്രത്യേകിച്ച് കൊറിയൻ ടൂറിസ്റ്റുകളെ കൊലപ്പെടുത്തുക, കൊലപ്പെടുത്തുന്നവരുടെ ഫോട്ടോസ് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് അയച്ചു കൊടുത്ത് പണം അപഹരിക്കുക എന്നതാണ്. ചോ യോങ്ങിയെ കൊലപ്പെടുത്തിയ സമയത്ത് തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരിൽ 2 പേരെ ഖാന സാങ് കൊലപ്പെടുത്തുന്നുണ്ട്. അയാളെ പേടിച്ചുകൊണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന ജോങ് ഹുൺ എന്ന കുറ്റവാളി വിയറ്റ്നാം പോലീസിൽ കീഴടങ്ങുന്നു. കൊറിയയിൽ ഒരു ബാങ്ക് മോഷണം നടത്തി വിയറ്റ്നാമിലേക്ക് കടന്നതായിരുന്നു ഇയാൾ. അതുകൊണ്ട് തന്നെ വിയറ്റ്നാം പോലീസ് ഇയാളെ കൊറിയൻ പോലീസിന് കൈമാറാൻ തീരുമാനിക്കുന്നു. ഇയാളെ കൊറിയയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് നമ്മുടെ ഡോൺലിയും ക്യാപ്റ്റനും കൂടിയാണ്. ജോങ് ഹുണിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഖാന സാങ്ങുമായി ചേർന്ന് നടത്തിയ കൊലപാതകങ്ങളെക്കുറിച്ച് ഡോൺലി അറിയുന്നു. വിയറ്റ്നാമിൽ നിന്നും ചോയോങ്ങിയുടേതുൾപ്പെടെ 4 ഡെഡ് ബോഡികൾ അവർക്ക് കിട്ടുന്നു. ഇവിടെ നിന്നങ്ങോട്ടാണ് സിനിമയുടെ ഗതി മാറുന്നത്. വിയറ്റ്നാമിൽ നിന്ന് കൊറിയയിലേക്ക് കടന്ന ഖാന സാങ്ങിനെ പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് പിന്നീട് അങ്ങോട്ട്. ഔട്ട്ലോസിനെ അപേക്ഷിച്ച് കുറച്ച് ആക്ഷൻ സീക്വൻസുകൾ കൂടുതലുണ്ട് ഈ സിനിമയിൽ എന്ന് തന്നെ പറയാം. അതിൽ തന്നെ ഡോൺലിയുടെ ഒരു മലത്തിയടിയുണ്ട്. എൻ്റെ മോനെ. ഇതും ഒരു ആക്ഷൻ ക്രൈം സിനിമ തന്നെയാണ്. ആക്ഷൻ സിനിമ പ്രേമികൾ എന്തായാലും മിസ്സാക്കാതിരിക്കുക. 2022 റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ദ റൗണ്ട് അപ്പ്. ഇനി മൂന്നാമത്തെ സിനിമ. കഥ തുടങ്ങുന്നത് ഒരു യുവതിയുടെ അപകടമരണത്തിലൂടെയാണ്. 28 വയസ്സുള്ള ഒരു യുവതി ഒരു ഹോട്ടലിൻ്റെ 8ാം നിലയിൽ നിന്നും വീണു മരിക്കുന്നു. ഈ കേസ് അന്വേഷിക്കാനായി വരുന്നത് നമ്മുടെ ഡോൺലിയാണ്. യുവതിയുടെ ശരീരത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിലൂടെ ഇതൊരു അപകടമരണമല്ല എന്നും കൊലപാതകമാണെന്നും കണ്ടെത്തുന്നു. ശരീരത്തിൽ ഹൈപ്പർ എന്ന മാരകമായ ഡ്രഗിൻ്റെ സാന്നിധ്യവും കണ്ടെത്തുന്നു. യുവതിയുടെ കയ്യിലെ ബാൻഡിൽ നിന്നും ക്ലബ് ഓറഞ്ച് എന്ന ഒരു ക്ലബിൻ്റെ പേര് കിട്ടുന്നു. ഡോൺലിയും അസിസ്റ്റൻറ്റും കൂടി ക്ലബിലേക്ക് പോവുകയും ഹൈപ്പർ ഡ്രഗ് സപ്ലൈ ചെയ്യുന്നത് ക്ലബിൽ സ്ഥിരമായി വരുന്ന ഹിരോഷി എന്ന ക്രിമിനലാണെന്നും മനസ്സിലാക്കുന്നു. യുവതിയുടെ കൊലപാതകത്തിന് പിന്നിലും ഹിരോഷിയാണെന്നും മനസ്സിലാവുന്നു. ഹിരോഷിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. ഹൈപ്പർ ഡ്രഗ് പിന്നിൽ ഒരു വലിയ നെറ്റ്വർക്ക് തന്നെ ഉണ്ടെന്നും പോലീസിന് മനസ്സിലാവുന്നു. പോലീസുകാരനായ ജു സോങ് ചുള്ളും തോമോ എന്ന ഡ്രഗ് പെല്ലറും കൂടി 20 കിലോ ഹൈപ്പർ തട്ടിയെടുക്കുന്നു. ഡ്രഗ് മാഫിയയുടെ തലവനായ ഇച്ചിജോ ഇത് കണ്ടുപിടിക്കുകയും ഡ്രഗ് തിരിച്ചെടുക്കാനായി റിക്കി എന്ന ഗാങ്സ്റ്ററെ ഇവരുടെ അടുത്തേക്ക് വിടുന്നു. ഇവരെ കണ്ടുപിടിക്കാനായി റിക്കി ഇറങ്ങിത്തിരിക്കുന്നു. ഇവരെയെല്ലാം പൂട്ടാനായി ഡോൺലിയും സംഘവും നടത്തുന്ന ശ്രമങ്ങളാണ് പിന്നീട് അങ്ങോട്ട്. മറ്റു 2 പാർട്ടുകളിലേതുപോലെ ഈ സിനിമയിലും ആക്ഷനും കുറവൊന്നുമില്ല. ഡോൺലിയുടെ രസകരമായ കോമഡികളും സിനിമയിലുണ്ട്.
ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കാതിരിക്കുക. 2023 റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ദ റൗണ്ട് അപ്പ് നോ വേ ഔട്ട്. ആൻഡ് ദ ഫോർത്ത് ഫിലിം, ദ ഫൈനൽ ഫിലിം, ഈ സീരീസിലെ അവസാന സിനിമ. കഥ തുടങ്ങുന്നത് ഫിലിപ്പീൻസിലെ ഒരു കൊലപാതകത്തോടെയാണ്. സംജയ് എന്ന യുവാവിൻ്റെ കൊലപാതകം. കൊറിയയിലെ ഒരു ഡ്രഗ് മാഫിയയെ പിടിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടയിൽ പോലീസായ ഡോൺലിക്കും ടീമിനും ഈ കേസിന് ഫിലിപ്പീൻസിൽ നടന്ന സംജയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇതൊരു വലിയ ഓൺലൈൻ കസിനോ നെറ്റ്വർക്ക് ആണെന്നും കണ്ടെത്തുന്നു. നെറ്റ്വർക്കിൻ്റെ ഹെഡ് IT പ്രൊഫഷണലായിരുന്ന മീജങ് എന്നൊരു വ്യക്തിയാണെന്നും കണ്ടെത്തുന്നു. വേറെ ആരെങ്കിലും ഓൺലൈനായി കസിനോ ഓപ്പൺ ചെയ്താൽ അതെല്ലാം ഇവർ ട്രാക്ക് ചെയ്ത് നശിപ്പിക്കുകയും ചെയ്യുന്നു. മീജങ്ങിന് ഇതെല്ലാം ചെയ്യാൻ സഹായത്തിനായി ബാക് ചാങ്മി എന്ന ക്രിമിനലും കൂടെയുണ്ട്. ഒരു സാഹചര്യത്തിൽ ബാക് ചാങ്ങിയെയും കൂട്ടരെയും ഡോൺലിയുടെയും ടീമിൻ്റെയും കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിലും അവരെ പിടിക്കാൻ സാധിക്കുന്നില്ല. അവരെ മുഴുവനായും പൂട്ടാനായി ഡോൺലിയും ടീമും ഒരു ഓൺലൈൻ കസിനോ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു. അത് ട്രാക്ക് ചെയ്തു വരുന്ന സമയത്ത് അവരെ പിടിക്കാം എന്ന പ്ലാൻ ഉണ്ടാക്കുന്നു. തുടർന്നുള്ള സംഭവവികാസങ്ങളാണ് സിനിമയിൽ. മുൻപത്തെ പാർട്ടുകളിലേതുപോലെ ഈ സിനിമയിലും ആക്ഷനും ഒരു കുറവുമില്ല. ആക്ഷൻ സിനിമാ പ്രേമികൾ മിസ്സാക്കാതിരിക്കുക. ഈ വർഷം റിലീസായ സിനിമയാണ്, അതായത് 2024 റിലീസായ സിനിമയാണ്. സിനിമയുടെ പേര് ദ റൗണ്ട് അപ്പ് പണിഷ്മെൻറ്റ്. ഇതൊരു ഫിലിം സീരീസ് വീഡിയോ ആയിരുന്നു. മലയാളത്തിലെ CBI സീരീസ് എന്ന പോലെ. കഥാപാത്രങ്ങൾ എല്ലാവരും സെയിം ആയിരിക്കും. ഓരോ പാട്ടിലും കഥ വേറെ ആയിരിക്കും എന്ന് മാത്രം. ഓരോ സിനിമയിലും കാലത്തിനനുസരിച്ച് ഇവർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ എടുത്തു പറയേണ്ട ഒരു ഘടകമാണ്. ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഫിലിം സീരീസുകളും കമൻറ്റ് ചെയ്യുക. ഈ സിനിമകളെല്ലാം നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.